പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും മലയോര നാട് ടി വിയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരിങ്ങള്ളൂരാണ്. ഞാനിപ്പോഴുള്ളത് പെരിങ്ങള്ളൂർ കല്ലിടുക്കിലാണ്. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന് 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. പെരിങ്ങള്ളൂർ ദേശത്ത് വേസ്റ്റ് കൊണ്ട് നിറഞ്ഞ പെരിങ്ങള്ളൂരിൻ്റെ കല്ലിടുക്ക് ഭാഗത്തിൽ ക്യാമറ സ്ഥാപിക്കണമെന്ന് പുതിയ പഞ്ചായത്ത് ഭരണസമിതിയോട് ആവശ്യപ്പെട്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ പെരിങ്ങള്ളൂർ കല്ലിടുക്ക് ജംഗ്ഷനിൽ ക്യാമറ സ്ഥാപിച്ച് ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രദേശത്ത് വളരെ ബുദ്ധിമുട്ടായി നാട്ടുകാർക്ക് നടന്നു പോകാനാകാത്ത വിധം വേസ്റ്റുകൾ തള്ളി കല്ലിടുക്ക് കടവ് അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും വഴി നടക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയുണ്ടെന്ന് പഞ്ചായത്ത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ ദേശത്തിൻ്റെ കാവൽക്കാരനായി ഈ ക്യാമറകൾ മാറുകയാണ്. നല്ല രീതിയിലുള്ള ക്യാമറയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ പ്രദേശത്തിനൊരു വഴികാട്ടിയായി നിലനിൽക്കും. ഈ പ്രദേശത്ത് മലയോര നാട് ടി വി ആവശ്യപ്പെട്ട കാര്യങ്ങൾ എല്ലാം തന്നെ പഞ്ചായത്ത് അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് കല്ലിടുക്ക് പ്രദേശമാണ്. നമ്മുടെ പെരിങ്ങള്ളൂരിൻ്റെ ഹൃദയഭാഗമാണ്. റോഡിന് ധാരാളം വീതിയുള്ള ഒരു ഭാഗമാണ്. ഇത്തിക്കരയാറ്റിൽ അഞ്ചലായൂർ റോഡിൽ ആദ്യം വെള്ളം കയറുന്ന ഭാഗം കൂടിയായിരുന്നു ഇവിടം. ഇപ്പോൾ റോഡിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം ആറ്റിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ കല്ലുകൾ പാകി ഉയർത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റെപ്പ് സ്ഥാപിച്ച് ആറ്റിലേക്ക് ഇറങ്ങാനും ഈ നാട്ടുകാരുടെ അത്യാവശ്യ കാര്യങ്ങൾ നടത്തുവാനും ഉണക്കും മറ്റ് കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആറ്റിലേക്ക് ഇറങ്ങി തുണികൾ കഴുകുവാനും കന്നുകാലികളെ കുളിപ്പിക്കാനുമൊക്കെ വളരെ ഉതകുന്ന ഒരു പ്രദേശം തന്നെയായിരുന്നു പെരിങ്ങള്ളൂർ കല്ലിടുക്ക് കടവ്. ആ കടവിലേക്ക് ഇപ്പം ഇറങ്ങാൻ സാധിക്കുന്നില്ല. അത് ഇറങ്ങാൻ സാധിക്കണം. അതിനുവേണ്ടി സ്റ്റെപ്പുകൾ കെട്ടണമെന്ന് പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഉടൻ തന്നെ സാധിച്ച് കിട്ടുന്ന തരത്തിലേക്ക് പഞ്ചായത്ത് നടപടികൾ എടുക്കും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ MLAയും MP യും മുൻകൈയെടുത്ത് ഈ ഭാഗത്തു നിന്നും അക്കരെ മലപ്പേരൂർ ദേശത്തേക്ക് അക്കരെയൊക്കെ ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ്. അവർ ആറ്റിൽ വെള്ളം കുറയുമ്പോൾ ഇതുവഴി ഇക്കരെ വരുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതൊക്കെ റോഡിൻ്റെ പണിയോടുകൂടി വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനൊരു മാറ്റമുണ്ടാവാൻ വേണ്ടിയിട്ട് ഇവിടെ പെരിങ്ങള്ളൂരിൽ നിന്ന് ഒരു ചെറിയ നടപ്പാലം, അത് ഇരുമ്പ് പാലം മതി, ചെറിയ തോതിലെങ്കിലും ഒരു ഇരുമ്പ് പാലം സ്ഥാപിച്ച് നാട്ടുകാരുടെ ആവശ്യം സാധിച്ചു കൊടുക്കണമെന്ന് മലയോര നാട് ടി വി ആവശ്യപ്പെടുകയാണ്. അത് പഞ്ചായത്ത് ഭരണസമിതിക്ക് മുന്നിൽ ആ റിപ്പോർട്ട് വെച്ചിട്ടുണ്ട്. അത് അടുത്ത് തന്നെ മലയോര നാട് ടി വി നാട്ടുകാരുടെ ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി MLAയെയും MP യെയും കണ്ട് ഈ നാടിനു വേണ്ടി വളരെ സാഹസപ്പെട്ട് ഒരു കാൽനട പാലം, അതായത് ഇരുമ്പ് പാലം കൊണ്ട് നടപ്പാത മതി, വലിയ പാലം സ്ഥാപിച്ച് തരണമെന്നൊന്നും മലയോര നാട് ടി വി ആവശ്യപ്പെടുന്നില്ല. ചെറിയ തോതിലെങ്കിലും ആൾക്കാർക്ക് അക്കരെ ഇക്കരെ പോകുവാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് പഞ്ചായത്ത് ഭരണസമിതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് പ്രകാരം ഉടൻ തന്നെ അടുത്ത ഒരു മെമ്മോറാണ്ടത്തിലേക്ക് മലയോര നാട് ടി വി പോവുകയാണ്. ഇവിടെ നമ്മളീ കാണുന്ന ഈ മരത്തിൻ്റെ സൈഡിലൂടെ ഒരു നടപ്പാലം അക്കരയിലേക്ക് ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് നടത്തിക്കിട്ടും. നമ്മുടെ പ്രിയങ്കരനായ MP യെ സമീപിക്കാനും MLA സമീപിക്കാനുമായി മലയോര നാട് മുന്നോട്ട് നീങ്ങുകയാണ്. എന്തായാലും പെരിങ്ങള്ളൂരിൽ മാറ്റത്തിൻ്റെ കാറ്റ് ആഞ്ഞു വീശുകയാണ്. നമ്മുടെ നാട്ടിലേക്കുള്ള മാലിന്യങ്ങളുടെ ഒരു വരവ്, ഒഴുക്ക് എല്ലാം ഇനി കുറയും. നമ്മുടെ നാട് വൃത്തിയാവും. പെരിങ്ങള്ളൂരിനെ ശുദ്ധീകരിക്കാൻ മലയോര നാട് ടി വി ഇറങ്ങിത്തിരിച്ച വാർത്തയിലൂടെ നമ്മൾക്ക് വളരെയേറെ ഗുണകരമായി ഓരോന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായി നമ്മുടെ ഈ ഭാഗത്ത് സ്റ്റെപ്പ് കെട്ടുകയും വഴിയോര യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള ബെഞ്ചുകൾ സ്ഥാപിക്കാനും ഒക്കെ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെയും സാധിച്ചു തരുന്ന തരത്തിൽ ഒരു പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. അവരതൊക്കെ സാധിച്ചു തരും. പെരിങ്ങള്ളൂരിൻ്റെ ആവശ്യങ്ങൾ സാധിക്കാൻ ഇടമുളയ്ക്കൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിക്കും. അവരത് ചെയ്തു തരും എന്ന് വിശ്വസിക്കുന്നു.